Hello guys, welcome to Mallu in Brisbane. Joe, Brussels? Brussels. Is that ready? I don't know, palace, just chocolate. Waffles. ഇന്നൊരു ഫുൾ എക്സ്പ്ലോറേഷൻ ബ്രസൽസ് ആണ്. അപ്പോൾ ഒരു 1 day ട്രിപ്പാണ് ബ്രസൽസിലോട്ട്. അപ്പോൾ നമുക്ക് ബ്രസൽസ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂറോപ്യൻ ട്രിപ്പ് ഒരിക്കലും മിസ്സാക്കൽ എല്ലാ വീഡിയോസും കാണും. ഓക്കെ, അപ്പോൾ നേരെ ബ്രസൽസ്. ഇതാണ് ബ്രസൽസ് ടൗൺ. അപ്പം ജോ നമ്മൾ ആദ്യം പോകുന്ന വെച്ചാൽ നമ്മൾ ബ്രസൽസ് പാലസ് ഭയങ്കര ഫേമസ് ആണ്. എന്തറിയാമോ? ഇതാണ് ബ്രസൽസ് ടൗൺ. അത് നമ്മൾ ടൗൺ സെൻറ്ററിൽ പോകുന്നുണ്ട്. ഗ്രേറ്റ് കോഫി, ബിയർ, വൈൻ, ഫുഡ് ഓൾ ഡേ. നല്ല ചില്ലാണ്. നമ്മൾ ഈ ഷോപ്പിംഗ് സെൻറ്റർ ഒന്ന് കയറുവാണ്. ഈ വഴി കൂടെയാണ് നമ്മൾ പാലസോട്ട് പോകണേ. അവിടെ ശരിക്കും നല്ല കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. തിരിച്ച് മറിച്ച് റീപ്ലേസ് ചെയ്ത സാധനങ്ങൾ. അവിടെ മൊത്തം ട്രാം സിസ്റ്റമാണ്. നമ്മുടെ ആംസ്റ്റർഡാം പോലെ യൂറോപ്പ് മൊത്തം ട്രാം സിസ്റ്റം, മെട്രോ സിസ്റ്റം മൊത്തം ഇൻ്റർകണക്ട് ചെയ്തു. നമ്മുടെ ബ്രിസ്ബെയിനിൽ ഒരു കുറവ് വെച്ചാൽ ട്രാം സിസ്റ്റം ഇങ്ങനെ ഇല്ല, മെട്രോ ഇല്ല. പക്ഷേ അവിടെ ആൾക്കാർ കൂടുതൽ കാർ വെച്ചാൽ കൂടുതൽ കമ്മ്യൂട്ട് ചെയ്യണേ. ഇതെല്ലാം നമ്മൾ ബ്രസൽസ് സിറ്റിയാണ്, ബെൽജിയം. നമ്മുടെ ബ്രസൽസിൻ്റെ പാലസും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതെല്ലാം ഇരിക്കണേ. ഇതാണ് ഇവിടുത്തെ മാപ്പ് ഉണ്ടോ, പാലസ് റോയൽ. ഇതാണ് ഇവിടുത്തെ പാലസ് റോയലാണ് ഇവിടുത്തെ മെയിൻ പാലസ്. അത് ചുറ്റും കുറേ മ്യൂസിയംസും അതുപോലെ ഹിസ്റ്റോറിക്കൽ ഏരിയസാണ് മൊത്തം കിടക്കണേ. നമ്മളെ പാലസ് ഇവിടെ ഇപ്പം ഇതെനിക്കൊന്ന് പാർലമെൻറ്റ് അങ്ങനത്തെ കാര്യം വിട്ടെടുത്തിരിക്കുകയാണ്. അവിടെ ആൾക്കാർ ചെറിയ മാർക്ക് പാസും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബ്രസൽസ് പാലസ് നേരത്തെ ആദ്യത്തെ എൻട്രിയാണ്. അത് അവർക്കൊരു പാർക്കിങ് കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ പാലസ് ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് പാർലമെൻറ്റ് നടത്തും അങ്ങനെ എന്തല്ലേ പറഞ്ഞേ? ഒന്നും ശരിക്കും മനസ്സിലാവുന്നില്ല. മറ്റേ ബെൽജിയം ഭാഷ എന്താ, എവിടുത്തെ ഭാഷ എന്താ? ഇംഗ്ലീഷല്ല, ഒന്നും പകുതി മനസ്സിലായില്ല. ഏലു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇനിയിപ്പോൾ അവിടെ അതാണ് പാർക്ക്, അങ്ങോട്ട് പോകാം. പിന്നെ അവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. പിന്നെ അവിടെ അങ്ങോട്ട് ഗ്രാൻഡ് പ്ലേസിലോട്ട് പോകാനാണ് അവിടെ പോവാം. നല്ല ലുക്കുണ്ടല്ലേ, നല്ല റോയൽറ്റി ലുക്കുണ്ടല്ലേ പാലസിന്. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാനും ജോഡിയില്ല ഇരിക്കാൻ വേണ്ടി. കഥയത്തെ രാജകുമാരന് രാജകുമാരി ഒന്നായവാ, നമുക്കുള്ള കോട്ടയാണ് ഈ പാർക്ക്. ഇതാണ് ബ്രസൽസിന്റെ മെയിൻ പാർക്ക്, സെൻട്രൽ പാർക്ക്. ഇപ്പോൾ നമ്മൾ ബ്രിസ്ബെയിനിലുണ്ടല്ലോ ബൊട്ടാനിക് ഗാർഡൻ, നമ്മൾ ക്യൂറ്റിൻ്റെ അവിടുത്തെ സെയിം. അവിടെ എല്ലായിടത്തിലേക്ക് ഒരു ശ്രീലങ്ക ഓൾ ഹാവ് ഐക്കോണിക് ഒരു സെൻട്രൽ പാർക്ക്. ഇതാണ് സെൻട്രൽ പോയിന്റ് നമ്മൾ പാർക്കിൻ്റെ. അപ്പം ശരിക്കും ഇതൊരു ക്രോസ് പോലെ ആയിരിക്കും. ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ നോർത്ത് സൗത്ത്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടായിരുന്നു നമ്മൾ പാലസ്, അങ്ങോട്ട് വേറെ കുറേ മോണമെൻറ്റ്സ് സിറ്റീൻ്റെ ഭാഗം. നമ്മൾ തിരിച്ച് മെയിൻ സെൻറ്റർ അങ്ങോട്ടാണ്. സോ യു ഗോയിങ് ദാറ്റ് വേ. സോ ഇത് ആക്ച്വലി ജസ്റ്റ് ലൈക്ക് എ ക്രോസ്. യു കൻ ഗോ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. മിസ്റ്റർ മിസ്സസ് MIB നമ്മുടെ കവലക്കൂടെ നടക്കുന്നതാണ്. നല്ല രസമാണ്. എല്ലാം പഴയ ബിൽഡിങ്ങിലാണ്. നല്ല രസമുണ്ട് ഈ ബിൽഡിംഗ് എല്ലാം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹിസ്റ്ററിയും കൾച്ചറും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ അവിടെ എല്ലാം നേരത്തെ പറയാം, ഇതെല്ലാം ഒരു ഹിസ്റ്ററിയാണ് മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം അവിടുത്തെ കത്തീഡ്രൽ പള്ളി പോവുക, ഒന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് സിറ്റി സ്ക്വയർ അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ചോക്ലേറ്റ് അത് കാണാം. ഇതുപോലെ പള്ളിയിലോട്ട് പോകാം. നമ്മുടെ പള്ളി ആ ഒരു ലുക്ക് നല്ല രസമുണ്ട് കാണാനേ. പഴയ ഇൻഫ്രാസ്ട്രക്ചറും ആർക്കിടെക്ചറാണല്ലോ ഇതെല്ലാം. ഞാൻ പള്ളിയിലോട്ട് പോകാം. നല്ല രസമുണ്ടല്ലേ ആ പെയിൻറ്റിങ്സിൻ്റെ മുന്നേ. നല്ല രസമാണ് പള്ളിയുടെ ആർക്കിടെക്ചറെല്ലാം കാണാൻ. സത്യം ഇവിടെ കണ്ട് കൊതി മാറുന്നില്ല, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചർ വർക്ക്സ് എല്ലാം എന്ത് ബ്യൂട്ടിഫുള്ളാണ് പള്ളി. നമുക്ക് ഇനി മെയിൻ സിറ്റി സെൻറ്റർ പോയാലോ? നല്ല പള്ളി, നല്ല വ്യൂ അല്ലേ, നല്ല രസമുണ്ട് വ്യൂ. സ്പെയിനിലൊരു പള്ളിയുണ്ട് ഇതുപോലെ എല്ലാം പഴയ ബിൽഡിങ്സ് ആണ്, മ്യൂസിയമും അങ്ങനത്തെ എല്ലാം ഓഫീസ് ബിൽഡിങ്സും അങ്ങനത്തെ കാര്യങ്ങൾ. മൊത്തം ഈ റോഡ് കണ്ടോ, ഇവിടെ മൊത്തം ടൈൽസാണ്. മൊത്തം ടൈൽസ് എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ലേഡ് റോഡാണ്. എനിക്കത് മഴ പെയ്യുമ്പോൾ അങ്ങനത്തെ ഡാമേജ് ആയിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം. ഓൾഡ് സിറ്റീസിൻ്റെ വേൾഡ് അല്ലേ ഇതെല്ലാം.
ഇതാണ് നമ്മുടെ കോൺഗ്രസ് കോളം. എനിക്ക് 1800s എന്തോ ചെയ്തതാണ്, ടു കോമറേറ്റ് ദ ബെൽജിയത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം ബ്രസൽസ് സിറ്റിയാണ്. ട്രാം പോകുന്നു. ഇന്ന് പീസ്ഫുൾ. ഒരു ആക്ച്വലി മൺഡേ ആണ്, പക്ഷേ അത്രയും ബിസി അല്ല സിറ്റിയിൽ. നല്ലൊരു രസമുണ്ട് കാണാൻ. അപ്പം ജോ എങ്ങോട്ടാ? മേരീസ്. മേരി ആർട്ടിസ്റ്റ് ചോക്ലേറ്റ് ഫേമസ് ആണ്. അവിടുത്തെ ഐക്കോണിക് സ്പോട്ടാണ് ചോക്ലേറ്റ്. സോ നമുക്കൊരു ചോക്ലേറ്റ് ട്രൈ ചെയ്യാം. എങ്ങനെയാണ് ജോ? സൂപ്പർ. ഫസ്റ്റ് ലേഡീസ് അല്ലേ ചോക്ലേറ്റ്സ് അല്ലേ? അങ്ങനെ കാലാവസ്ഥ അല്ലേ? പെട്ടെന്ന് വെയിലിറങ്ങി. അതെ, പിന്നെ ജാക്കറ്റ് ഊരുക, വീണ്ടും ഇടുക അല്ലേ? ഒരു കൺസിസ്റ്റൻസി ഇല്ല. മൊത്തം കഫേസേക്ക് അവിടെ മെയിൻലി ഫുഡ് അടിയും കാര്യങ്ങളാണ്. എല്ലായിടത്തും ഈ കഫേസും കാര്യങ്ങളും, ഷവർമ. അതെ അതെ, നോക്കാം. റെസ്റ്റോറൻറ്റ്സും ഇപ്പോൾ അടിപൊളി. ഫുൾ ഈറ്ററീസ് ആണ്. ഇതെല്ലാം നമുക്ക് കുറച്ച് ഇവിടെ ഹാങ് ഔട്ട് ചെയ്യാൻ നോക്കാം അല്ലേ? ബെൽജിയം ചോക്ലേറ്റ്സ്. നമ്മൾ ഗോഫ്രെ ഡി ബ്രുക്സൽസിൽ പഞ്ചോ, അത് ഭയങ്കര ഫേമസ് അവിടെ. വോഫിൾ, ബെൽജിയം ഫ്രഷ് വോഫിളാണ്. ഓ, ഇത് പൊടി വായ്പ. ജെറാഡായിട്ട് വന്നാറില്ലേ, ഞാൻ ഭ്രാന്ത് പിടിച്ചാണ് ഇതെല്ലാം കണ്ടിട്ട്. ചോക്ലേറ്റ്സ്. ഇതേ ഇവിടുത്തെ ബെൽജിയം സ്പെഷ്യാലിറ്റിയാണ് ഫ്ലെമിഷ് ഗൊലാഷ്, ബീഫ് സാലഡ് ഫ്രൈസ്. ഇവിടുത്തെ ഒരു ഓത്തൻറ്റിക് ഫുഡാണ്, അതാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. അതിന് നമ്മൾ വോഫിൾസ് എല്ലാം വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഈ ഒരു സ്ഥലം വെച്ചാൽ വോഫിൾസ് ഈ ബ്രുക്സൽ 1982 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ അറ്റാക്ക് ചെയ്യാം പയ്യെ. അപ്പം ജോ പയ്യെ അറ്റാക്ക് മോഡിലോട്ട് കയറി അവളുടെ ബെൽജിയം വോഫിൾ, സ്ട്രോബെറീസ്, വോഫിൾ, ഡാർക്ക് ചോക്ലേറ്റ്. എങ്ങനെയുണ്ട്? ബെൽജിയം, ബെൽജിയത്തെ ടോപ്പ് മോസ്റ്റ് പ്ലേസ് ആണ് ഈ സ്ഥലം. എങ്ങനെയുണ്ട്? പൊടിയല്ലേ? നമ്മുടെ ബ്രസൽസിൻ്റെ സ്ട്രീറ്റ് ഇതെല്ലാം മൊത്തം മറ്റേ നിൻ്റെ നാട്ടുകാരുണ്ട്, പഴയ നാട്ടുകാർ. മൈൻഡ് കുറഞ്ഞ മാഗ്നറ്റ്സ്, മറ്റേ കുറച്ച് സുവീനേഴ്സും കാര്യങ്ങളായി. ഇതാ മെയിൻ ഫുഡ് ഇവിടെ. ബെൽജിയം ഫ്രൈസ്, കുറച്ച് സാലഡ് ലീവ്സ്, പിന്നെ കുറച്ച് കബാബോ അങ്ങനെ ഒരു മീറ്റ് ബോൾസോ അങ്ങനെയുള്ളതാണ് ഇവർ മെയിൻ ഫുഡ്. ദാസ നമ്മൾ നേരത്തെ ഉണ്ടോ ബെൽജിയം വരാത്തെ ആ ഹോട്ട് ചോക്ലേറ്റും ആ വോഫിളും എന്താ രസമാണ്. ചോക്ലേറ്റ് നമ്മുടെ ചോക്ലേറ്റ് ആക്കണം, ഫ്രീ ബി ടേസ്റ്റ് ചെയ്ത അമ്മച്ചി അവസരം പറഞ്ഞു ചോക്ലേറ്റ്. ഇനി മോനെ ഇനി ഒരു വണ്ണുള്ളൂ, നിങ്ങൾ 3-4 വെച്ച് കഴിച്ചു, ഇനി മതി. കുറച്ച് ഭയം വെള്ളം വരുന്നുണ്ടേ. അത് നല്ല അടിപൊളി ചോക്ലേറ്റ്. തിങ് ഇസ് ഇറ്റ്സ് ലൈക്ക് 15 pieces സ്മോൾ ചോക്ലേറ്റ്, $70 അതിന് വില, $70. പക്ഷെ നമ്മൾ ഒരു ബോക്സ് വാങ്ങിച്ചു പിള്ളേർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് മേഡീസിന്. നൂഡിൽ ബോക്സ്, എഗ് ഫുഡ്, ഇങ്ങനെ ഫുഡ് റീസ് വെക്കാം. അതിൽ ബെൽജിയം മൊത്തം ഇഷ്ടമുള്ള ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. മോർ ദാൻ ആംസ്റ്റർഡാം ഐ ഫീൽ. അങ്ങനെ ഇതാണ് നമ്മളുടെ ഗ്രാൻഡ് പ്ലേസ്, മെയിൻ അറീന കാര്യങ്ങളാണ്. ചാരിറ്റ്, പൂക്കളം. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐക്കോണിക് സ്പോട്ട്. നമ്മുടെ ബ്രസൽസിൻ്റെ മെയിൻ ഐക്കോണിക് സ്പോട്ടാണ്. ബ്യൂട്ടിഫുൾ. ഇതാണ് നമ്മുടെ ബ്രസൽസിൻ്റെ മെയിൻ സ്പോട്ട്, ഗ്രാൻഡ് പ്ലേസ്. ബ്രസൽസ് ഇപ്പോൾ എവിടെയാണ് വരേണ്ടത്? ഇതാണ് ഐക്കോണിക് സ്പോട്ട്. ഞാൻ പറഞ്ഞ ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ് ഓപ്ഷൻസ് ഉണ്ട്, വോഫിൾസ്, അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ അവിടെ ബിയർ മ്യൂസിയം, ഇതെല്ലാം ഇവരുടെ മെയിൻ ആർക്കിടെക്ചർ ബിൽഡിങ്സ് ആണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട്, ദ കോഹിനൂർ ഓഫ് ബെൽജിയം എന്ന് പറയാം. ബ്രസൽസിൻ്റെ കോഹിനൂർ ഇവിടുത്തെ ജെം സ്പോട്ടാണ് ഇത്. ശരിക്കും ഒരു വേറൊരു ഫീലാണ് നിൽക്കുമ്പോൾ തന്നെ. ഒരു വൈബില്ല, പൊളി മൂടാണ് അവിടെ വരുമ്പോൾ. ശരിക്കും എൻജോയ് ചെയ്തു. ശരിക്കും
നമുക്കിങ്ങനെ ഒരു ബെൽജിയം ബിയർ അടിച്ചാലോ? ഒരു മൂടല്ലേ? എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് കഫേസ് ആണ്. ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ചോക്ലേറ്റ്, ബട്ട് ഡെഫിനറ്റ്ലി വർത്ത് ദ ടേസ്റ്റ്. ഇവിടെ പല ഓപ്ഷൻസ് നമ്മൾ ട്രൈ ചെയ്തു, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നെഹാസിലാണ്, അവിടുത്തെ ഫേമസ് ചോക്ലേറ്റ് ഷോപ്പാണ് ഇതും. നല്ല ചോക്ലേറ്റ് മൂസ് വാങ്ങിച്ചിട്ടുണ്ട് അവിടുന്ന്. ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് സം റാസ്ബെറി ടോപ്പീസ്. ഇതെല്ലാം ചോക്ലേറ്റ്സ് ആണ്. ഇതെല്ലാം ഈ ഒരു ബോക്സിന് 51 യൂറോ ആണ് ഈ ഒരു ബോക്സിൻ്റെ വില. നല്ല കത്തി റേറ്റാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ്. ബ്രാൻഡ് അടിക്കുന്നു ചോക്ലേറ്റ്സ് കണ്ടോ? ചോക്ലേറ്റ്സ് ഇത് എന്താ ജോ? ഓ, ഡിഫറെൻറ്റ് മാക്രൂൺസ്. We can't take this, no? നിറച്ച് ചോക്ലേറ്റ്സ് അല്ലേ ജോ? ബ്രാൻഡ് അടിക്കും ചോക്ലേറ്റ്സ്. ഒരു രക്ഷയില്ലേ? സത്യം, പണ്ട് കള്ളു കുടിച്ച ബൂസ്റ്റായിട്ട് ഇതിന് ചോക്ലേറ്റ് കഴിച്ച് തള്ളിക്ക് അടിച്ചേ റിലേവ് വിട്ടുപോയി. ഒരു രക്ഷയില്ല. പല സ്ഥലത്ത് ഫ്രീ ടേസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്, പല സ്ഥലം നമ്മൾ വാങ്ങിച്ചു. പിന്നെ വോഫിൾസും ചോക്ലേറ്റ് മൂസ് എല്ലാം കഴിച്ചപ്പോഴേ തല ഇങ്ങനെ വട്ടത്തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ചോക്ലേറ്റ്സ് അല്ലേ? ഇതെല്ലാം ചോക്ലേറ്റ്സ്. ഈ കടകളിലെല്ലാം ചോക്ലേറ്റ്സും കാര്യങ്ങളാണ് അവിടെ എല്ലാം. ഇതെല്ലാം കുടിക്കുന്നുള്ളതാണ്. ഡ്രിങ്കിങ് വാട്ടർ വെച്ചു. നല്ല വെള്ളം ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു. ബ്യൂട്ടിഫുൾ, നല്ല വെള്ളം ഇത്. ഡിഫറെൻറ്റ് ഓഫ് വോഫിൾസ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചുണ്ടോ? അല്ലേ ഈ സിറ്റികൾ ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു വൈബ് അല്ലേ? ഇതെല്ലാം ഭയങ്കര ആർട്ടിഫിഷ്യൽ ബിൽഡിങ്സ് ആണ്. ഇതെല്ലാം ഒന്ന് ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഇഷ്ടംപോലെ വാൾ പെയിൻറ്റിങ്സ് ആണ്. ഇഫ് യു സീ കോമിക് പെയിൻറ്റിങ്സ്, സീ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോമിക് പെയിൻറ്റിങ്സ് യു ക്യാൻ സീ. ഇത് ആക്ച്വലി കോമിക് പെയിൻറ്റിങ് ഭയങ്കര ഫേമസ് ആണ് ഈ ബെൽജിയത്തിൽ. റെസ്റ്റോറൻറ്റാണ് ഇതോ? എന്തോ ലൈക്ക് ടൗൺ ഹൗസോ? നമ്മൾ പല ബ്രിസ്ബെയിൻ്റെ കസിന് ചെറിയ ലുക്കുണ്ട്. ഇത് വേറെ സ്ക്വയർ, അതൊക്കെ മ്യൂസിക്കെല്ലാം കളിക്കുന്നുണ്ട്. സെയിം നമ്മളെ ബ്രിസ്ബെയിനുള്ള വൈബില്ലേ? ആൾക്കാരിങ്ങനെ റോഡിൽ കളിക്കുന്നു, മ്യൂസിക്, റെസ്റ്റോറൻറ്റ്സ്, കാര്യങ്ങളെല്ലാം. അതാണ് നമ്മൾ ഗ്രാൻഡ് പ്ലേസ്. ആ വലിയ ടവർ ഇരിക്കുന്ന സ്ഥലം. നല്ല രസമുണ്ടേ. ശരി, നമ്മൾ എവിടെ കൊണ്ട് നടക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. നല്ല രസമുണ്ടല്ലേ? പാട്ട്, ആൾക്കാർ നടന്നു പോകുന്ന തിരക്ക്. Different people going to different situations in life. But everyone having the best moment in their life. There is sense of equality, feeling, happiness. ആ പുള്ളി പാട്ട് പാടുന്നില്ലേ? പുള്ളി നമ്മൾ ബ്രിസ്ബെയിൻകാരനാണ്. പുള്ളി അവിടെ ബാക്ക് പാക്കിംഗ് ഹോളിഡേ വന്ന ടീമാണ്. സംസാരിച്ചു പുള്ളിയായിട്ട്. പുള്ളി എന്തോ ഓസ്ട്രേലിയ പറഞ്ഞു. അപ്പം ബ്രിസ്ബെയിൻകാരനാണ്. പുള്ളി ലൈഫിൽ എൻജോയ് ചെയ്യുകയാണ്, ചില്ലടിച്ച്. അത് പുള്ളിയുടെ ഇംഗ്ലീഷ് നല്ല ക്ലാരിറ്റി ഉള്ളത്. എവിടുത്തെ ആൾക്കാർ അത്ര ക്ലാരിറ്റി ഇല്ല അവിടെ ഇംഗ്ലീഷിൽ. ഇത് അവർ വെറുതെ പൈസ ഉണ്ടാക്കാൻ, അവർ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളെ കുറെ കടബാധ്യതകൾ എടുത്തിരിക്കും. 2 വീട് വേണം, 3 വീട് വേണം, 4-5 വീടും, വീട്ടിൽ 2 ബെൻസ് വേണം. They just want to enjoy life. Like seriously, we actually come to this world with nothing. We go back with nothing. So might as well just enjoy the best moments of it. Like why take unwanted liabilities? pieces. Enjoy so many restaurants കാര്യങ്ങളെല്ലാം. നല്ല രസമുണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് കാണാൻ അല്ലേ? ഫ്ലവേഴ്സും എല്ലാം വെച്ച് ബ്യൂട്ടിഫുൾ അല്ലേ? ശരിക്കും നല്ല ഫുഡ്, നല്ല ചോക്ലേറ്റ്, നല്ല കഴിപ്പ്. അതാണെങ്കിൽ ബ്രസൽസ് ബെസ്റ്റാണ്. എനിക്ക് ആംസ്റ്റർഡാമൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കും, ബ്രസൽസ് ഇഷ്ടപ്പെട്ടു. അല്ല ഫുഡ് കഴിക്കാനേ, ഫുഡില്ല. സിറ്റി ഐ ലൈക്ക് ആംസ്റ്റർഡാം ബെറ്റർ. ലോസ്റ്റ് ടു ഹിയർ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫുഡ് കഴിക്കുക, റിലാക്സ് ചെയ്യുക, ഫുഡ് കഴിക്കാനല്ലേ, ഉറങ്ങുക, റിലാക്സ് ചെയ്യുക. അതെ, ചോക്ലേറ്റ്സ് കഴിക്കുക, വാഫിൾസ്. ചങ്ങകളെ, ഇതോടെ നമ്മുടെ ബ്രസൽസ് ട്രിപ്പ് കഴിഞ്ഞു. ഒരു ഫുൾ ഡേ ഉണ്ടായി നമ്മൾ ബ്രസൽസ്.
നാളെ നമ്മൾ പാരീസിലോട്ട് പോവാണ്. ശരിക്കും ബ്രസൽസ് ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. വരുവാണ് ഇഷ്ടംപോലെ ചോക്ലേറ്റ് എക്സ്പ്ലോറിങ്, വാഫിൾ എക്സ്പ്ലോറിങ് അങ്ങനെ ചെയ്യാം. പിന്നെ ഇഷ്ടംപോലെ ഫുഡ് റീസ് ഉണ്ട്. ശരിക്കും വീഡിയോയിൽ എൻജോയ് എക്സ്പ്ലോറിങ് ദ ചോക്ലേറ്റ്സ് ആൻഡ് ഫ്യൂ ഓഫ് ദി അതർ സിറ്റി മോണുമെൻറ്റ്സ് കണ്ട് നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ മെയിൻലി ചോക്ലേറ്റ്സ് ആൻഡ് സ്വീറ്റ്സ് ഷുഗർ തുടങ്ങി ഉറപ്പായിട്ട് വരണം. പിന്നെ വേറെ കാര്യങ്ങളും മറക്കല്ല. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സീ ഈസ് ഓൾ ഇൻ ആർ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ലെറ്റ്സ് എൻജോയ് യൂറോപ്പ് ടുഗെദർ ആൻഡ് എക്സ്പ്ലോർ ആസ് വെൽ.